ജോർജ് കുര്യന്റെ ഒരു സാന്നിധ്യം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ജോർജ് കുര്യൻ ആദ്യം മുതൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ചെറുപ്പത്തിൽ തന്നെ വന്ന് അങ്ങനെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് വിദ്യാർത്ഥി ജനത ആയിട്ട് വന്ന് അതിനുശേഷം യുവ മോർച്ച, അത് കഴിഞ്ഞ് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് പാർട്ടിക്കുള്ളിലെ വളരെ സൈലന്റ് സാന്നിധ്യം. അദ്ദേഹം ഒരു വിവാദ പുരുഷനെ അല്ല, യാതൊരു കോൺട്രവേഴ്സിയിലും ഇടപെടാതെ അനാവശ്യമായി ഒരു പ്രസ്താവനയും നടത്താതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടന അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ ശ്രദ്ധാലുവായി നിന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പലപ്പോഴും വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറുന്നത് ടെലിവിഷൻ ഡിബേറ്റുകളിലൊക്കെ വ്യാപകമായി വരുന്ന മുഖമാണെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം മത്സരിച്ചു എങ്കിൽ പോലും കാര്യമായി ആഘോഷിക്കപ്പെടാതെ പോയ ഒരു താരമാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നൽകുന്ന സന്ദേശമാണ് വളരെ പ്രധാനം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ചുള്ള വലിയ ആരോപണം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ്. പക്ഷെ ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം, ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 3% വരും ക്രൈസ്തവ വിഭാഗം. അതിൽ കേരളത്തിന് ജനസംഖ്യയുടെ 18% വരുന്ന ക്രൈസ്തവരുടെ ഒരു പിന്തുണ അനിവാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വളർന്ന് പന്തലിക്കണമെങ്കിൽ. ഇപ്പോൾ തന്നെ BJP ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു വോട്ട് ഷെയർ 19.2% എത്തി നിൽക്കുകയാണ്. 15% നിന്നും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 19% വളരാൻ സാധിച്ചു. UDFന്റെ വോട്ട് ഷെയർ കുറയുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 47% നിന്നും 44% കുറഞ്ഞു. LDFന്റെ വോട്ട് ഷെയർ 35% നിന്നും 33% കുറയുന്ന കാഴ്ച കണ്ടു. ഈ രണ്ട് വിഭാഗങ്ങൾക്കും നഷ്ടപ്പെടുന്ന വോട്ടുകൾ BJPയിലേക്കും NDAയിലേക്കും സ്വാംശീകരിക്കപ്പെടുകയാണ്. അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രൽ വിക്ടറിയായി മാറ്റണമെങ്കിൽ മധ്യതിരുവിതാംകൂറിലെ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായി വരും. കഴിഞ്ഞ CSDSന്റെ സർവേ അനുസരിച്ച്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സർവേ അനുസരിച്ച് 5% ക്രൈസ്തവ വോട്ടുകളാണ് NDAയ്ക്ക് കേരളത്തിൽ പോൾ ചെയ്യപ്പെട്ടത്. അതൊരു 10%-ലേക്കെങ്കിലും വളർത്തിയെടുക്കണമെങ്കിൽ ഒരു ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നതായി ഒരു തോന്നൽ വേണം, ഒരു പ്രതീതി വേണം. അവിടെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ മുൻ വൈസ് ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പ്രസക്തി. ആ ഒരു തസ്തികയിൽ ഇരുന്ന് പരിചയമുള്ള അദ്ദേഹം ഒരുപക്ഷെ മന്ത്രിസഭ വകുപ്പ് വിഭജനം ഉടനെ തന്നെ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതുണ്ടാകും. എങ്കിലും എന്റെ ഒരു ഊഹം, ന്യൂനപക്ഷ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു സഹമന്ത്രി പദമാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത്. അത് ഒരു പാലമായി ഒരുപക്ഷെ മണിപ്പൂരിന്റെ മുറിവുകൾ ഉണക്കാൻ പര്യാപ്തമാകുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളിലേക്കെങ്കിലും, അത് മാത്രമല്ല മധ്യ ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒറീസയിലും ഒക്കെയുള്ള ജനമുണ്ട്, വലിയ തോതിലുള്ള ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ട്. അവരൊക്കെ ഒരു ക്രൈസ്തവ മേഖലകളാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെയൊക്കെയുള്ള പിന്നോക്കാവസ്ഥയും ആ ക്രൈസ്തവർ, അവരൊക്കെ പൊതുവേ ട്രൈബൽ ബെൽറ്റിൽ ആദിവാസി ട്രൈബൽ വിഭാഗം പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ടേഴ്സ് ആയിരുന്നു. ഇപ്പോഴത് മാറി വരുന്നു. അത് കൺവേർട്ട് ചെയ്ത് അവിടങ്ങളിലെയും ക്രൈസ്തവ വോട്ടുകളെ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന ദൗത്യവും BJPയുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ജോർജ് കുര്യന്റെ സെലക്ഷൻ ഒരുപാട് സാധ്യതകളുടെ വാതിലാണ് BJPക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഒരു കാര്യത്തിൽ BJPയുടെ പ്രവർത്തകർക്ക് ആഹ്ലാദിക്കാം. കാരണം താഴെ തട്ടിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന ഒരു ശാന്തനായ നേതാവാണ് അദ്ദേഹം, ജോർജ് കുര്യൻ. അല്ലാതെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നാടകീയമായി എത്തി മത്സരരംഗത്തേക്ക് ചാടി വീഴുന്നത് പോലെയല്ല, അല്ലെങ്കിൽ AP അബ്ദുള്ള കുട്ടി 3 പാർട്ടികൾ മാറി ഒരു ന്യൂനപക്ഷ മുഖമായി BJPയിലേക്ക് എത്തുന്നത് പോലെയല്ല. അതുപോലെ മറ്റാരെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും കടന്നു വരുന്ന PC ജോർജ് എത്രയോ പാർട്ടികൾ മാറുകയും സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തയാളാണ്. അതിൽ നിന്നും വിഭിന്നമായി ജൈവികമായ ഒരു വളർച്ച BJPക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇത് മലയാളിക്ക് ലഭിച്ച അംഗീകാരമായി കരുതാം. കേവലം ഒരു സീറ്റ് മാത്രമാണ് മലയാളി BJP കൊടുത്തത് ലോക്സഭയിൽ. അപ്പൊ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നത് വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് എത്തിക്കേണ്ട ഒരു നിയോഗവും വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു രാജ്യസഭ അംഗം കൂടി ഉണ്ടാവുകയാണ് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ. അതുകൊണ്ട് കേരളത്തിന് അഭിമാനിക്കാം. സുരേഷ് ഗോപിക്കും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും എല്ലാവിധ നന്മകളും മലയാളികൾക്ക് നേരാം.